ഇന്ന് കണ്ണൂർക്കാരുടെ മൊഞ്ചുള്ള കണ്ണൂരപ്പത്തിൻ്റെ റെസിപ്പിയാണ്. കണ്ണൂർ ബേക്കറികളിലൊക്കെ തിളങ്ങി നിൽക്കുന്ന ഒരു താരം കൂടിയാണ് ഈ ഒരു കണ്ണൂരപ്പം. നമ്മൾ വേറെ എന്തെങ്കിലും വാങ്ങാനായിരിക്കും ബേക്കറിയിൽ കയറുക. അപ്പോൾ ഇത് കണ്ടു കഴിഞ്ഞാൽ ഇതെന്തായാലും വാങ്ങിപ്പോവും. കാണാൻ നല്ല മൊഞ്ചും കഴിക്കാൻ നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ രണ്ട് രീതിയിൽ ഞാനിത് നിങ്ങൾക്ക് ഉണ്ടാക്കി കാണിക്കുന്നുണ്ട്. ഒന്ന് എണ്ണയിൽ മുക്കി പൊരിച്ചും നമ്മൾ ഉണ്ണിയപ്പമൊക്കെ പൊരിക്കുന്നത് പോലെ, ഒന്ന് എണ്ണയില്ലാതെയും. എണ്ണ യൂസ് ചെയ്യാൻ പറ്റാത്തവർക്കൊക്കെ ഈ ഒരു രീതിയിൽ എണ്ണയില്ലാതെയും റെഡിയാക്കിയെടുക്കാം. അപ്പോൾ നമുക്ക് വേഗം തന്നെ നോക്കാം എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നതെന്ന്. അതിന് മുമ്പായിട്ട് ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ, അതുപോലെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. പിന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് വേഗം തന്നെ നോക്കാം നല്ല സ്പോഞ്ചി ആയിട്ടുള്ള കണ്ണൂരപ്പം എങ്ങനെയാണ് റെഡിയാക്കിയെടുക്കുന്നതെന്ന്. അപ്പോൾ ഈ ഒരു അപ്പം റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാനിതാ ഒരു കപ്പ് 250 ml കപ്പിന് ഒരു കപ്പ് പച്ചരി 4-5 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്തിയതിന് ശേഷം അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അരക്കപ്പ് ചോറിട്ട് കൊടുക്കാം. ചോറെടുക്കുമ്പോൾ നിങ്ങളുടെ കയ്യിൽ വൈറ്റ് അരിൻ്റെ ചോറുണ്ടെങ്കിൽ അതെടുക്കലാണ് കൂടുതൽ നല്ലത്. നല്ല വെള്ള കളറ് കിട്ടും. ഇനി ഇതിലേക്ക് 1/4 കപ്പ് പഞ്ചസാര, 1 ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ്, 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടി നിങ്ങളുടെ ഫ്ലേവറിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് അരക്കപ്പ് മൈദപ്പൊടിയും കൂടെ ചേർത്തിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ആക്കിയതിന് ശേഷം മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഒന്നിച്ചിട്ട് അരക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ അരച്ചെടുക്കുക, അല്ലെങ്കിൽ രണ്ടായിട്ട് ഇട്ടിട്ട് അരച്ചെടുക്കുക. ഞാൻ എപ്പോഴും യൂസ് ചെയ്യുന്ന മിക്സിക്ക് ചെറിയൊരു തകരാറ് വന്നിന്, അതുകൊണ്ടാണ് ഈ ഒരു മിക്സി എടുത്തത്. അപ്പോൾ ഇതാ ഞാൻ അരി മുഴുവനും ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു കപ്പ് അരിയല്ലേ ഉള്ളൂ, അപ്പോൾ അത് മുഴുവനും ഇതിൽ കൊള്ളുന്നുണ്ട്. എന്നിട്ട് ഇതിലേക്ക് മുങ്ങിക്കിടക്കുന്നതിലും കുറച്ച് കുറവായിട്ട് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് വരാം. വെള്ളം കൂടി പോകണ്ട, മുങ്ങിക്കിടക്കുന്നതിലും കുറവായിട്ട് ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പോൾ ഇതാ ഇതുപോലെ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ബൗളെടുക്കുമ്പോൾ കുറച്ച് വലിയ ബൗൾ എടുക്കുക. ഇത് കുറച്ചൊന്ന് പൊങ്ങി വരും, അപ്പോൾ അത് പൊങ്ങാൻ ആവശ്യമായിട്ടുള്ള ബൗൾ തന്നെ എടുക്കുക. അപ്പോൾ ഇതാ നമ്മുടെ ബാറ്റർ, ഇതാണ് ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസി. ഒരുപാട് ലൂസായിട്ടുള്ള ഈ ഒരു ബാറ്റർ വേണ്ടത്. നമ്മൾ ഇഡ്ഡലിക്കൊക്കെ അരക്കുന്നതിനേക്കാളും കുറച്ച് ലൂസായിട്ട്. അപ്പോൾ ഒരുപാട് ലൂസും ആവരുത്, ഒരുപാട് കട്ടിയാവരുത്. ഇനി നമുക്കിതൊരു 1-1.5 മണിക്കൂറോളം അടച്ച് വെക്കാം, ഒന്ന് പുളിച്ച് പൊങ്ങി വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതാ 1 മണിക്കൂറിന് ശേഷം ഞാനിതൊന്ന് തുറന്നിട്ടുണ്ട്. കുറച്ചൊന്ന് പൊങ്ങി വന്നിട്ടുണ്ട്, കണ്ട ഈ ഒരു രീതിയിൽ ഒന്ന് പൊങ്ങി വരും. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയതിന് ശേഷം ഇതിലേക്ക് മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പിഞ്ച് ഉപ്പും കൂടെ ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കാം. അങ്ങനെ നമ്മുടെ മൊഞ്ചുള്ള കണ്ണൂരപ്പത്തിൻ്റെ ബാറ്ററി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് ചുട്ടെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതുപോലൊരു ഉണ്ണിയപ്പച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടൊന്ന് ചൂടാക്കിയിട്ടുണ്ട്. അതിലേക്ക് അല്പം ഓയിൽ ഇതുപോലെ ഒന്ന് സ്പ്രെഡാക്കി കൊടുക്കാം. ആദ്യം തന്നെ ഞാൻ എണ്ണയില്ലാതെ റെഡിയാക്കി എടുക്കുന്നതാണ് കാണിക്കുന്നത്, പിന്നീടാണ് എണ്ണ ഒഴിച്ചിട്ട് ഉള്ളത് കാണിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എണ്ണയൊന്നും അധികം യൂസ് ചെയ്യാൻ ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ ഇതുപോലെ റെഡിയാക്കിയാൽ മതി. ഇത് ശരിക്കും എണ്ണയിൽ മുക്കി പൊരിച്ചിട്ടാണ് ഉണ്ടാക്കൽ. അപ്പോൾ ഇതുപോലെയും നമുക്ക് വേണമെങ്കിൽ ഉണ്ടാക്കി കഴിക്കാം. അതിലേക്ക് ഓയിലൊന്ന് സ്പ്രെഡ് ആക്കിയതിന് ശേഷം അതിലേക്ക് ബാറ്ററി ഇതുപോലെ ഒന്ന് കോരി ഒഴിച്ച് കൊടുക്കുക. പിന്നെ നമ്മൾ കണ്ണൂക്കാർ മധുരമൊന്നും ചേർക്കാണ്ട് കറിയെല്ലാം കൂട്ടി കഴിക്കാൻ പറ്റിയ ഇതുപോലത്തെ ഉണ്ണിയപ്പച്ചട്ടിയിൽ ഒഴിച്ചിട്ടുണ്ടാക്കുന്ന ഒരു അപ്പം റെഡിയാക്കലുണ്ട്. അതിൻ്റെ വീഡിയോ വേണ്ടവർ ഒന്ന് കമൻറ്റ് ചെയ്യുക. നല്ല ചിക്കൻ കറിയും ബീഫ് കറീൻ്റെ എല്ലാം കൂടെ കൂട്ടി കഴിക്കാൻ പറ്റിയ നല്ലൊരു വെള്ള ഉണ്ണിയപ്പത്തിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ ഇതാ ബാറ്ററെല്ലാം ഇതുപോലെ കുഴിയിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെറിയ തീയിൽ ഒരു 2 മിനിറ്റോളം ഇതൊന്ന് അടച്ച് വെക്കാം. 2 മിനിറ്റിന് ശേഷം തുറന്നിട്ട് ഇതുപോലെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക. അപ്പോഴത്തേക്ക് ഏകദേശം ഒന്ന് സെറ്റായിട്ടുണ്ടാവും. മറിച്ചിട്ടതിന് ശേഷം ഒരു 2 മിനിറ്റോളം ചെറിയ തീയിൽ വെക്കുക. അപ്പോഴത്തേക്ക് 2 ഭാഗവും നല്ലതുപോലെ റെഡിയായി കിട്ടും. പിന്നെ മറിച്ചിട്ടിട്ട് വെക്കുന്ന സമയത്ത് അടച്ച് വെക്കണ്ട, തുറന്ന് വെച്ചാൽ മതി. അപ്പോൾ ഇതാ 2 മിനിറ്റോളം മറിച്ചിട്ടിട്ടും കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് ഉണ്ണിയപ്പച്ചട്ടിയിൽ നിന്ന് ഇതുപോലെ എടുത്തു മാറ്റാം. അപ്പോൾ എണ്ണയില്ലാതെ ഉണ്ടാക്കിയ കണ്ണൂരപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് എടുത്തു മാറ്റിയതിന് ശേഷം എണ്ണയിൽ മുക്കിപ്പൊരിക്കുന്ന കണ്ണൂരപ്പം കൂടെ ഒന്ന് കാണാം. അപ്പോൾ അതും കൂടെ ഞാൻ ഒന്ന് കാണിച്ചു തരാം. എല്ലാം എടുത്തു മാറ്റിയതിന് ശേഷം ഞാനിതാ ഇതുപോലെ ഓരോ കുഴിയിലേക്കും 1/4 ഭാഗത്തോളം ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. 1/4 ഭാഗത്തോളം ഒഴിച്ചു കൊടുത്താൽ മതി, ഫുള്ളായിട്ട് ഒഴിക്കണ്ട. എന്നിട്ട് അതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ച ബാറ്ററിൽ നിന്നും നന്നായിട്ട് മിക്സ് ആക്കിയതിന് ശേഷം കുറച്ചായിട്ട് ബാറ്റർ ഇതുപോലെ കോരി ഒഴിച്ചു കൊടുക്കുക. ഈ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി, തീ കൂട്ടി വെക്കണ്ട. അപ്പോൾ ഒഴിക്കുന്ന സമയത്ത് ഓയിൽ നല്ല ചൂടിലായിരിക്കും. പിന്നെ തീ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിത് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഇതാ ബാറ്റർ ഇതുപോലെ ഒന്ന് കോരി ഒഴിച്ചു കൊടുക്കുക. ശരിക്കും ഈ ഒരു അപ്പം ഇതുപോലെ എണ്ണയിൽ മുക്കി പൊരിച്ചിട്ടാണ് റെഡിയാക്കൽ. അത്യാവശ്യം ഓയിലി ആയിരിക്കും. നമ്മൾ കടയിൽ നിന്നെല്ലാം വാങ്ങിയിട്ട് കഴിക്കുമ്പോൾ തന്നെ നമ്മുടെ കയ്യിലെല്ലാം ഇങ്ങനെ ഓയിൽ ഉണ്ടാവലുണ്ട്. അപ്പോൾ ചെറുതായിട്ട് ഓയിൽ ഉണ്ടാവും. ഈ ഒരു അപ്പം അങ്ങനെയാണ് ഉണ്ടാക്കൽ.
അപ്പോൾ ഇതാ ഇതുപോലെ ബാറ്റർ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഒഴിച്ച ഉടനെ തന്നെ എല്ലാത്തിലേക്കും ഒഴിച്ച ഉടനെ തന്നെ മുകളിൽ മുഴുവനായിട്ട് സെറ്റാകുന്നതിന് മുമ്പായിട്ട് തന്നെ ഞാൻ ഇതുപോലെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. മറിച്ചിട്ടതിന് ശേഷം നമുക്കിത് നല്ലതുപോലെ ആ ഒരു ഭാഗം മറിച്ചിട്ട ഭാഗം ബ്രൗൺ കളറാവാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഒരു ഭാഗം നല്ലൊരു വെള്ള കളറും ഒരു ഭാഗം ബ്രൗൺ കളറുമായിട്ടാണ് ഈ ഒരു അപ്പം ഉണ്ടാവൽ. അപ്പോൾ മറിച്ചിട്ട ഭാഗം നല്ലൊരു കളറാകുന്നത് വരെ ഈ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിത് ഒന്ന് ഫ്രൈ ആക്കിയെടുക്കാം. പിന്നെ ഞാൻ മട്ടേരിൻ്റെ ചോറാണല്ലോ ചേർത്തത്, അതുകൊണ്ടാണ് കുറച്ച് കളർ കുറവ്. വെള്ളച്ചോറ് തന്നെ ചേർത്താൽ നല്ലതാണ്, നല്ല കളറുണ്ടാവും ഈ ഒരു അപ്പത്തിന്. അപ്പോൾ ഇതാ ഇതുപോലെ ഒരു ഭാഗം അടിഭാഗം നല്ലോണം കളറങ്ങ് മാറി വരുമ്പോൾ നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. അപ്പോൾ എണ്ണയിൽ മുക്കിപ്പൊരിച്ച കണ്ണൂരപ്പം ഇവിടെ റെഡിയായി. എണ്ണയില്ലാതെ ഉണ്ടാക്കിയതും റെഡിയായി. അപ്പോൾ നിങ്ങൾക്ക് ഏത് രീതിയിലാണോ ഇഷ്ടം അതുപോലെ ഉണ്ടാക്കാം. എന്നിട്ട് ബാക്കിയുള്ളതും സെയിം രീതിയിൽ തന്നെ നമുക്ക് റെഡിയാക്കിയെടുക്കാം. അപ്പോൾ എല്ലാവരും ഈ ഒരു കണ്ണൂരപ്പം റെഡിയാക്കി നോക്കുക. വൈകുന്നേരത്തെ ചായൻ്റെ കൂടെയെല്ലാം നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. ഞാനിതൊന്ന് പൊട്ടിച്ചിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഉള്ളു നല്ല സോഫ്റ്റാണ്, നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് ഇഷ്ടമായ അഭിപ്രായം പറയാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത പുതിയ നല്ല റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.